പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 6 ബുധനാഴ്ച. അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജനനം മുതൽ മുടന്തനായിരുന്ന ഒരാൾ അവിടെ ഇരുന്ന് ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ജീവിതം പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഓരോ ദിവസവും കൈനീട്ടി സഹായം തേടുന്ന അവസ്ഥ. ലോകം അവന് നൽകിയത് ചെറിയ കരുണയായിരുന്നു. പക്ഷേ അവന്റെ അവസ്ഥ മാറ്റാൻ ആർക്കും സാധിച്ചിരുന്നില്ല. ആ സമയത്താണ് ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നത്. പത്രോസ് അവനെ നോക്കി പറഞ്ഞ വാക്കുകൾ സാധാരണ വാക്കുകളല്ല, അവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. പത്രോസ് പറയുന്നു, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ ചോദ്യം ചെയ്യുകയാണ്. നാം പലപ്പോഴും എനിക്ക് ഒന്നുമില്ല എന്ന് കരുതാറുണ്ട്. എന്നാൽ പത്രോസിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരം ഉണ്ടായിരുന്നു. അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവൻ സ്വന്തം കഴിവിലല്ല, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്. അവൻ എഴുന്നേറ്റ് നടക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും ഈ സത്യം ബാധകമാണ്. ലോകം പലതും തേടുന്നു: പണം, സ്ഥാനം, സുരക്ഷ, സന്തോഷം ആദിയായവ. എന്നാൽ യഥാർത്ഥ മാറ്റം ഈ കാര്യങ്ങളിലല്ല, അത് യേശുക്രിസ്തുവില. നാം കയ്യിൽ എന്തുണ്ട് എന്നതല്ല ചിന്തിക്കേണ്ടത്, ഹൃദയത്തിൽ ആരുണ്ട് എന്നതാണ് പ്രധാനമായത്. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ ഏറ്റവും വലിയ ഒരു നിധിയുണ്ട്. ഇത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രയോഗിക്കാം? നാം പ്രത്യാശ പങ്കിടുന്നവരായി തീരേണ്ടതുണ്ട്. എപ്പോഴും നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുകയില്ലല്ലോ, പക്ഷേ ഒരു സ്നേഹവാക്ക്, ഒരു പ്രാർത്ഥന, ഇത് മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കും. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ നാം പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു സഹായമായി തീരും. ഭയം നമ്മെ തടയരുത്, വിശ്വാസം നമ്മെ മുൻപോട്ട് നയിക്കണം. വീണ്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കണം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുവാനുള്ള ഒരു വാക്യം ഇതാണ്: യേശുവുള്ളവർക്ക് ഇല്ലാത്തത് ഒന്നുമില്ല. അവർ നൽകുന്നത് ജീവൻ മാറ്റും. അതെ, കയ്യിൽ കുറവുണ്ടായാലും ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ സ്പർശിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നത് നാം തിരിച്ചറിയണം. മുടന്തനായ മനുഷ്യന് ആ ദിവസം പണം ലഭിച്ചില്ല. ദൈവം പക്ഷേ അതിലും വലിയൊരു അനുഗ്രഹം അവന് നൽകി. അവൻ്റെ ജീവിതം പുതുതായി മാറി. ഇന്നും ദൈവം നമ്മളിലൂടെ അതേ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എനിക്കെന്തുണ്ട് എന്നതല്ല, എൻ്റെ ഉള്ളിൽ യേശുവുണ്ടോ എന്നതാണ്. യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം പോകുന്നിടത്തൊക്കെയും ജീവിതങ്ങൾ മാറും, പ്രത്യാശ പകരുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുവാൻ ഇടയായി തീരും. പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുറവുകളെ മാത്രം കാണുന്നവരാണ്. എന്നാൽ ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു, ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് യേശുക്രിസ്തുവാണെന്ന്. നിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയായി തീരണമേ. ഞങ്ങൾ പോകുന്നിടത്തോളം എല്ലായിടത്തും നിന്റെ സ്നേഹവും ശക്തിയും പ്രകടമാകുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.